നമസ്കാരം. ഇന്ന് നമുക്ക് ഏശയ്യാ പ്രവാചകനെ കുറിച്ച് കേട്ടാലോ. ബൈബിളിൽ തന്നെ ഏറ്റവും പ്രമുഖരായ പ്രവാചകന്മാരിൽ ഒരാളാണ് ഏശയ്യാ പ്രവാചകൻ. യേശു ജനിക്കുന്നതിന് 740 വർഷങ്ങൾക്ക് മുൻപ് തന്നെ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകനാണ് ഏശയ്യാവ്. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ സ്വർഗീയ ദർശനം എന്തായിരുന്നു? അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ പ്രവചന വഴികൾ എന്തൊക്കെയായിരുന്നു? അതുമാത്രമല്ല, അദ്ദേഹം അറക്കവാളിനാൽ അറക്കപ്പെട്ട് മരിച്ചത് എങ്ങനെയാണ് എന്നാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത്. വേറൊരു കാര്യം കൂടെ, ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യും, ഫോളോ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഏകദേശം 2700 വർഷങ്ങൾക്ക് മുൻപ് യെരുശലേമിലെ വലിയൊരു രാജകൊട്ടാരത്തിൽ രാജകുടുംബാംഗമായ ആമോസ് എന്ന വ്യക്തിക്ക് ഏശയ്യാവ് എന്നൊരു മകൻ ജനിച്ചു. അവനാകട്ടെ രാജകുടുംബത്തിലെ വലിയ പ്രൗഢിയിലും സുഖസമ്പന്നതയിലും വളർന്നു വന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ദൈവഭക്തിയും ദൈവത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമായിരുന്നു ഈ ഏശയ്യാവ്. അതുമാത്രമല്ല, നല്ല വിദ്യാസമ്പന്നനും നല്ല അറിവുള്ളവനും കഥകൾ എഴുതുന്ന ഒരു മനുഷ്യനുമായിരുന്നു ഈ ഏശയ്യാവ്. അദ്ദേഹം വലുതായപ്പോൾ അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് പ്രവാചകി എന്നായിരുന്നു. അദ്ദേഹത്തിന് 2 ആൺമക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അന്നത്തെ യഹൂദ രാജ്യം ഭരിച്ചിരുന്ന ഉസിയ എന്ന രാജാവ് പെട്ടെന്നൊരു ദിവസം മരണമടഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തോടെ രാജ്യമാകെ ആശങ്കയിലായി. ഇനി എങ്ങനെ നമ്മൾ മുൻപോട്ട് പോകും എന്നുള്ള ആശങ്കയിലായി. അങ്ങനെ ഈ ഉസിയ രാജാവിനെ ഏറ്റവും ഇഷ്ടമായിരുന്നു നമ്മുടെ ഏശയ്യാവിന് അത് അദ്ദേഹത്തിന്റെ മരണം വളരെ സങ്കടകരമായി. അതുമാത്രമല്ല, ഇനി ഈ രാജ്യം എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ഏശയ്യാവ് ഒരുപാട് വിഷമിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഏശയ്യാവ് പ്രാർത്ഥിക്കാനായി ദേവാലയത്തിലേക്ക് ചെന്നു. ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായി ചെന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ദേവാലയത്തിനകത്ത് സ്വർഗം തുറക്കപ്പെട്ട് ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഏശയ്യാവ് കാണുകയാണ്. ദൈവത്തിന്റെ വസ്ത്രത്തിന്റെ അറ്റമാകട്ടെ ദേവാലയം ചുറ്റും മൂടപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും 6 സെറാഫുകൾ, അതായത് ദൂതന്മാർ അല്ലെങ്കിൽ മാലാഖമാരെന്ന് പറയുന്ന 6 സെറാഫുകൾ പരിശുദ്ധൻ 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 എന്ന് പാടിക്കൊണ്ടിരുന്നു. ഈ ശബ്ദത്തിൽ ദേവാലയത്തിന്റെ കതകുകളെല്ലാം ഇളകി മറിയുന്നത് പോലെ നമ്മുടെ ഏശയ്യായ്ക്ക് തോന്നി. ഏശയ്യാവ് പേടിച്ചു പോയി. അദ്ദേഹം നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ദൈവത്തെ കണ്ടുപോയി. ഞാൻ പാപിയാണ്, എൻ്റെ ചുണ്ടുകൾ അശുദ്ധമായതാണ് എന്നിങ്ങനെ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദൂതൻ താഴെ ഇറങ്ങി വന്ന് ദേവാലയത്തിനകത്തെ യാഗപീഠത്തിൽ നിന്നും ഒരു കരിക്കഷ്ണം എടുത്തുകൊണ്ടുവന്ന് ഏശയ്യാവിന്റെ ചുണ്ടുകളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നിന്റെ ചുണ്ടുകൾ ശുദ്ധിയുള്ളതായി തീരും. അപ്പോഴത് ഒരു വലിയ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ശബ്ദം ഇങ്ങനെയാണ്: എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ആരെ അയക്കും? ആർ എനിക്ക് വേണ്ടി പോകും? പെട്ടെന്ന് ധൈര്യം സംഭരിച്ചുകൊണ്ട് ഏശയ്യാവ് ഇങ്ങനെ പറഞ്ഞു, എന്നെ പറഞ്ഞയക്കണമേ, ഞാൻ പോയിക്കൊള്ളാം. അങ്ങനെ അന്നു മുതൽ രാജകുടുംബത്തിൽ സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചിരുന്ന ഏശയ്യാവ് അന്നു മുതൽ ദൈവത്തിന്റെ പ്രവാചകനായി മാറി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും പിന്നീട് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം, അതായത് ഉസിയ രാജാവിന്റെ മരണശേഷം യോഥാം എന്ന രാജാവ് വീണ്ടും ഭരണത്തിലേറി. അദ്ദേഹത്തിന്റെ കാലശേഷം ആഹാസ് എന്ന ഒരു ദുഷ്ടനായ രാജാവ് പിന്നെ ആ രാജ്യം ഏറ്റെടുത്തു. അവനാകട്ടെ വലിയൊരു ദുഷ്ടനായിരുന്നു. അവൻ വിഗ്രഹാരാധകളെ പ്രോത്സാഹിപ്പിക്കുകയും ജനങ്ങൾ അതിലേക്ക് തിരിയുകയും ചെയ്തു. ആ സമയത്താണ് അസീറിയൻ സംഘം, അതായത് അസീറിയൻ രാജാവും അവന്റെ സംഘവും ലോകം മുഴുവനും യുദ്ധം ചെയ്ത് കീഴടക്കി കൊണ്ടുവന്നിരുന്ന സമയം. ആ സമയത്ത് നമ്മുടെ ആഹാസ് രാജാവ് വിചാരിച്ചു, തന്റെ രാജ്യവും അവർ കൈയടക്കുമെന്ന് പേടിച്ച് അവൻ ദൈവത്തെ ആശ്രയിക്കാതെ അന്യ ദൈവങ്ങളെ ആശ്രയിക്കുകയും തന്റെ മക്കളെ പോലും ബലി കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ ഏശയ്യാവ് ഈ രാജാവിനെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, നീ ദൈവത്തെ ആശ്രയിക്കൂ, നീ ദൈവത്തെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു. എന്നാൽ ആഹാസ് ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഏശയ്യാവ് പ്രവാചകൻ ആദ്യത്തെ ഒരു വലിയ പ്രവചനത്തിന്റെ സൂചന നൽകുകയാണ്. അതായത്, കന്യകയിൽ നിന്ന് ഒരു പുത്രൻ ജനിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേര് നൽകും. അതുമാത്രമല്ല, അവൻ ലോകരക്ഷകനായി തീരുമെന്ന വലിയ പ്രവചനത്തിന്റെ ഒരു ചെറിയ സൂചന ആദ്യം ഏശയ്യാവ് പ്രവാചകൻ അവിടെ പ്രവചിച്ചു.
അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം ആഹാസ് എന്ന രാജാവ് മരണമടഞ്ഞു. അതിനുശേഷം നല്ലവനായ ഹിസ്കിയാസ് എന്ന രാജാവ് സ്ഥാനമേറ്റു. അവനാകട്ടെ നല്ലൊരു മനുഷ്യനായിരുന്നു. അതുമാത്രമല്ല, ദൈവത്തെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുമായിരുന്നു. എന്നാൽ അവിടുത്തെ ജനങ്ങളും അവിടുത്തെ പ്രഭുക്കന്മാരും അപ്പോഴും ആഹാസ് എന്ന രാജാവ് കാട്ടിക്കൊടുത്ത വഴിയിലൂടെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അവര് ദൈവത്തെ ആശ്രയിക്കാതെ അന്യ ദൈവങ്ങളെ ആശ്രയിക്കുകയായിരുന്നു. അപ്പോഴാണ് വീണ്ടും അസീറിയൻ സൈന്യം തങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്നൊരു സൂചന അവർക്ക് ലഭിക്കുന്നത്. അവർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, തങ്ങളെക്കാൾ വലിയ രാജ്യമായ ഈജിപ്തിനെയും എത്യോപ്യക്കാരെയും ആശ്രയിക്കാമെന്ന് കരുതി. എന്നാൽ ഈ തീരുമാനത്തോട് ദൈവത്തിന് അത്രയധികം ഇഷ്ടപ്പെട്ടില്ല. ഇവരുടെ ഈ തീരുമാനം മനസ്സിലാക്കിയ ദൈവം ഏശയ്യാ പ്രവാചകനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. അതായത് വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിന് ഒരു വലിയ ദുരന്തത്തെക്കുറിച്ച് ഈ ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകാനായി ദൈവം ഏശയ്യാ പ്രവാചകനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക. നിന്റെ മേലങ്കി, അതായത് നിന്റെ ഉടുവസ്ത്രവും നിന്റെ പാദരക്ഷയും ഊരി മാറ്റുക. എന്നിട്ട് നീ നഗ്നനായി ഈ ജനങ്ങളോട് വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് പ്രവചിക്കുക എന്ന് പറഞ്ഞു. അതായത് നഗ്നനാവുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ നഗ്നനല്ല, പുറം വസ്ത്രവും ചെരുപ്പ് മൂരി നഗ്നപാതനായി നടന്ന് ഈ ജനങ്ങളോട് സംസാരിക്കുക എന്നാണ്. അതായത് അടിവസ്ത്രം മാത്രം ഉപയോഗിച്ചുകൊണ്ട്. എന്നാൽ ഏശയ്യാവാകട്ടെ അതിന് യാതൊരു എതിർപ്പും കൂടാതെ ദൈവം പറഞ്ഞ അത് സ്വീകരിച്ചു. അങ്ങനെ ഏശയ്യാ പ്രവാചകൻ ഈ യഹൂദയ ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. വരാനിരിക്കുന്ന ഈ വലിയ വിപത്തിനെ കുറിച്ച് പ്രവചിക്കാൻ തുടങ്ങി. എന്നാൽ രാജകൊട്ടാരത്തിൽ സുഖസമ്പന്നതയിൽ ജീവിച്ച ഈ മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നത് കണ്ട ജനങ്ങൾ ഏശയ്യാ പ്രവാചകനെ കളിയാക്കുകയും ഭ്രാന്തനെന്ന് വിളിക്കുകയും ചെയ്തു. എന്നിട്ട് ജനങ്ങൾ ഏശയ്യാ പ്രവാചകനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? അപ്പോൾ ഏശയ്യാ പ്രവാചകൻ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ആശ്രയിക്കുന്ന ഈ എത്യോപ്യരെയും ഈജിപ്തുകാരെയും ഒരിക്കൽ അസീറിയൻ സൈന്യം വന്ന് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഇതേപോലെ നഗ്നരാക്കി അടിമകളാക്കി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്നാൽ അപ്പോഴും ജനങ്ങൾ അതൊന്നും വിശ്വസിച്ചില്ല. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഏശയ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ അസീറിയൻ സൈന്യം ഈജിപ്തുകാരെയും എത്യോപ്യക്കാരെയും ഒരു ഉടുതുണി പോലും ഇല്ലാതെ നഗ്നനാക്കി അടിമകളാക്കി കൊണ്ടുപോയി. അങ്ങനെ ഏശയ്യാ പ്രവചിച്ചതുപോലെ തന്നെ നടന്നു. അതിനുശേഷം വീണ്ടും ജനങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാനായി തുടങ്ങി. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം അസീറിയൻ സംഘം നേരെ യെരുശലേം നോക്കി വന്നു. അവർ യുദ്ധത്തിന് ഒരുങ്ങുകയും ചെയ്തു. ഇതറിഞ്ഞ ഹിസ്കിയാസ് രാജാവ് പേടിച്ച് ദേവാലയത്തിൽ ചെന്ന് കരഞ്ഞു വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് 2 ഭടന്മാരെ അയച്ച് ഏശയ്യാവിനെ വിളിച്ചു വരുത്തി. ഏശയ്യാവ് വന്ന് രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, ഇന്ന് രാത്രി ദൈവം ഇടപെടും. അതുമാത്രമല്ല, അസീറിയൻ സൈന്യത്തിന്റെ ഒരമ്പ് പോലും ഈ രാജ്യത്ത് പതിക്കുകയില്ല. അതായത് അസീറിയൻ സൈന്യം അവിടെ തമ്പടിച്ചത് 1,85,000 സൈന്യം ഉണ്ടായിരുന്നു. ഏശയ്യാവ് പ്രവചിച്ചതുപോലെ തന്നെ അന്ന് രാത്രി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ആ 1,85,000 സൈന്യത്തെയും വധിച്ചു കളഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഹിസ്കിയാസ് രാജാവ് കാണുന്നത് യുദ്ധത്തിനായി തമ്പടിച്ച 1,85,000 അസീറിയൻ സൈന്യവും മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ഒരു യുദ്ധം പോലും ചെയ്യാതെ യഹൂദർ അവിടെ രക്ഷപ്പെടുകയാണ്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഹിസ്കിയാസ് രാജാവിന് രോഗബാധിതനാവുകയാണ്. അപ്പോൾ രാജാവ് ഭയന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയം ഏശയ്യാ പ്രവാചകൻ വന്ന് രാജാവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് 15 വർഷം കൂടി ആയുസ് നീട്ടിക്കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഏശയ്യാവ് പ്രവചിച്ചതുപോലെ തന്നെ രാജാവിന് 15 വർഷം കൂടി നീട്ടിക്കിട്ടി. ഈ ഹിസ്കിയാസ് രാജാവിന്റെ അവസാന കാലഘട്ടത്തിലായിരുന്നു ഏശയ്യാ പ്രവാചകൻ ആ വലിയ പ്രവചനം പ്രവചിക്കുന്നത്. അതായത് കന്യകയിൽ നിന്നും ഒരു പുത്രൻ ജനിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടും, അവൻ ലോകരക്ഷകനായിരിക്കും. അതുമാത്രമല്ല, അവനാകട്ടെ ഈ ലോകത്തിന്റെ സകല പാപങ്ങൾക്കും വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കും എന്നുള്ള ആ വലിയ പ്രവചനം ഏശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത്. അതുകൊണ്ടാണ് ഏശയ്യാ പ്രവാചകനെ ദീർഘദൃഷ്ടിയുള്ള പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്നത്. ഇത് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം, ബൈബിളിൽ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞ് നമ്മുടെ ഹിസ്കിയാസ് രാജാവ് മരണപ്പെടുകയാണ്. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം ഹിസ്കിയാസ് രാജാവ് മരണമടഞ്ഞു. അതിനുശേഷം
ഹിസ്കിയാസിന്റെ മകനായ മനേഷ്യ സ്ഥാനമേറ്റു. അവൻ അടുത്ത രാജാവായി വന്നു. അവനാകട്ടെ ബൈബിളിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഒരു രാജാവായിരുന്നു. അവൻ വീണ്ടും ജനങ്ങളുടെ ഇടയിൽ വിഗ്രഹാരാധന കൊണ്ടുവരികയും ജനങ്ങളെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരായി യേശയ്യാ പ്രവാചകൻ പരസ്യമായി എതിർക്കുകയും രാജാവിന്റെ ക്രൂരതകൾ എടുത്തു കാട്ടുകയും ചെയ്തു. ഇതറിഞ്ഞ രാജാവ് യേശയ്യാ പ്രവാചകനെ കൊല്ലുവാനായി ഏൽപ്പിച്ചു. അങ്ങനെ യേശയ്യാ പ്രവാചകനെ പിടികൂടാനായി രാജകൊട്ടാരത്തിൽ നിന്നും ഭടന്മാരെത്തി. ഇതറിഞ്ഞ യേശയ്യാ പ്രവാചകൻ ഓടി ഒരു കാട്ടിനുള്ളിലേക്ക് പോയി. അവിടെ ദേവദാരു എന്ന മരത്തിന്റെ പൊത്തിൽ ഒളിച്ചിരുന്നു. എന്നാൽ ഇത് ഈ ഭടന്മാർ അറിയുകയും അവർ നേരെ രാജാവിനെ അറിയിക്കുകയും ചെയ്തു ഈ വിവരം. എന്നാൽ ഈ മനശ്ശെ രാജാവ് എന്ത് പറയുന്നറിയാവോ? ഒന്നും നോക്കാതെ കൊന്നുകളയാൻ അങ്ങ് കൽപ്പിച്ചു. വീണ്ടും ഈ ഭടന്മാർ വന്നു ഒരു ദയയും കൂടാതെ ആ പൊത്തിനുള്ളിൽ ഒളിച്ചിരുന്ന യേശയ്യാ പ്രവാചകനെ മരത്തോടുകൂടി തന്നെ അറുക്കവാൾ കൊണ്ട് അറുത്തു കൊന്നുകളഞ്ഞു. എന്നാൽ ബൈബിളിൽ ഇതിനെക്കുറിച്ച് യേശയ്യായുടെ മരണത്തെക്കുറിച്ച് വലുതായി വിവരിക്കുന്നില്ല. ഇത് പഴയ യഹൂദ ചിത്രരേഖകളിൽ നിന്നും മറ്റുമാണ് ഈ മരണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ യേശയ്യാ പ്രവാചകൻ രക്തസാക്ഷിയായി മാറി. രാജകുടുംബത്തിലെ പ്രൗഢിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ അവസാനം ഒരു പ്രവാചകനായി മാറുകയും ദൈവവിളി സ്വീകരിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, നഗ്നനായി നടന്നപ്പോഴും മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോഴും ദൈവത്തെ നിന്ദിക്കാതെ നടന്നൊരു മനുഷ്യൻ. എന്നാൽ അദ്ദേഹം പ്രവചിച്ച പ്രവചനങ്ങൾ ബൈബിളിൽ ഇന്നും 66 അധ്യായങ്ങളിൽ ഈ ലോകമെമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ